അപ്പം എല്ലാവരും ഒന്ന് അടുത്തോട്ട് വരിക. മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തോട്ട് അവർ ചെയ്തത് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കണം. ഒന്ന് നിൽക്കുക. നിങ്ങളെല്ലാവരും വന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യണം. നല്ല ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ നിങ്ങൾ ചൂണ്ടി കാണിക്കണം. നമ്മൾ ആരും നോക്കരുത്. നമ്മൾ നല്ലത് ചെയ്തിട്ടുള്ള കാണിച്ചു തരുക. അതോ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ. പന്തിനെ പോലെ ആവണമെന്നാണ് ഞാൻ പറഞ്ഞത്. പന്തിനെ പോലെ ആ കുട്ടി തന്നെ ആദ്യമേ. പക്ഷെ മോള് കാണിച്ചെങ്കിലും മോക്ക് കിട്ടുമോ സാധ്യതയില്ല. പക്ഷെ കിട്ടും. സെക്കൻഡൊക്കെ മോള് പക്ഷെ കിട്ടത്തില്ല. ആ പന്ത് ചെയ്തത് ആരായിരുന്നു? ആ സെന്റർ മോനാണോ? അവിടെ ഒന്നില്ലേ? ഫസ്റ്റ് ഒരു കൈ കൊടുത്ത് ഭംഗിയായിട്ട് പന്ത് ചെയ്തിട്ടുണ്ട്. പന്ത് ഉരുണ്ട് വന്ന് കിടക്കുന്നു. ഓക്കെ, അതെന്നെടുത്ത് ഷൂട്ട് ചെയ്തു. ആ ചെരുപ്പൂരി കെട്ട് മുകളിലോട്ട്. ഈ ഫസ്റ്റ് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾ മാത്രമാണ് വേദിയിലേക്ക് ടോപ്പിൽ വരാൻ. ചവിട്ടിത്തേക്ക് ഒരു കയ്യടി കൊടുത്തേക്കണേ മോനെ. എവിടെ മൈലാപ്പൂര് എല്ലാവർക്കും കൊടുക്കും. കൊടുക്കാതെ ആരെയും വിടത്തില്ല. അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ആ ശില്പം അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് പറയാൻ തരുന്നു. അത് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും അയാൾ ഞാൻ പറഞ്ഞല്ലോ ഇരുത്താൻ പറഞ്ഞു. ചേട്ടാ ഒരു വിഷയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുത്താൽ പോരെ? അവർ കൊടുക്കാൻ. ഇത് നമ്മൾ ഈ മണശില്പം ചെയ്യുന്ന അംഗീകാരമുള്ള അതാണ് നമ്മൾ വെക്കേഷൻ ക്ലാസ്സിന് ഇരുത്തുന്നത്. കൂടുതൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് നമ്മൾ അവരെ ആൾക്കാരെ വെട്ടത്തോട്ട് കൊണ്ടുവന്ന് അവർക്കൊരു ആവേശം കൊടുക്കാൻ വേണ്ടി ഈ ടോപ്പിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നേ വിടും. പക്ഷേ മറ്റേ സാർ വന്ന് തരും. എല്ലാവർക്കും പരിപാടിയായിട്ട് എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ആദ്യ കുട്ടിക്ക് മോനെ എവിടെ സ്ഥലം? മൈലാപ്പൂര്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സർവേശ്വർ. ഇവിടെ മണശില്പത്തെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ? മണശില്പം തുടങ്ങിയ അല്ലെ മണശില്പത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. മണശില്പത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയാം. എങ്ങനെ അറിയാം? യൂട്യൂബ് വഴി കണ്ടിട്ടുണ്ടോ? ഏത് അല്ല മീഡിയ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി മോനെ. ഇപ്പൊ ആർ കെ വെഡിങ് മാളിന്റെ ഒരു ചെറിയൊരു സംഭാവന 2 കൈ കൊണ്ട് മേടിക്കും. ഒരു കയ്യടി കൊടുത്ത് ഒരു കയ്യടി. ഓക്കെ. അടുത്ത സെക്കൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. ഷേർലി സെക്കൻഡ് നമുക്ക് കണ്ടെത്തണം. ഒന്ന് നീങ്ങുന്ന സെക്കൻഡ് എറിയുവാ. ഇവിടെ ഈ ഭാഗത്ത് കരുവാ. സെക്കൻഡ് അങ്ങോട്ട് നമ്മളെ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നേ? ഏത് സ്ഥലമോ? അയച്ചല്ലേ? ഇതിന് മുമ്പ് കൂപ്പൺ കിട്ടിയായിരുന്നോ? ഇല്ല. ആദ്യമായിട്ടാണോ ഇവിടെ നിന്ന് വന്നത്? ആദ്യമായിട്ടാണ്. ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്? ഓക്കെ. അപ്പം ഒരു കൂപ്പൺ ആർ കെ വെഡിങ് മാളിന്റെ പാട്ടറിയാ? അറിയാം. ഒരു കയ്യടി കൊടുക്കും. ഓക്കെ, നല്ലൊരു കയ്യടി. അടുത്ത നമുക്ക് ഈ മൂല ഇരിക്കുന്ന ആ മൂലക്ക് ചെയ്ത ആളാരാ? ആ മൂലയിൽ പഴയതാണ്. അത് പൊളിച്ചോളാന്നേ. അത് പഴയതാണോ? പൊളിച്ചോളാം. അങ്ങനെ ഇവിടെ മോനെ ഈ മോൻ ചെയ്ത നല്ലൊരു പന്താണ്. ഒരു ചെറിയൊരു നല്ല പന്താണ് ചെയ്തത്. ഒരു വര മാത്രം മതി. നല്ലൊരു പന്തായി കഴിഞ്ഞു. ഒരൊറ്റ വരയുടെ ആവശ്യമുള്ളായിരുന്നു. മോൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്താണ്ട്. അതിപ്പോ നല്ല അടിപൊളി പന്താ. പറ്റ മോന് കിട്ടേണ്ടതാ. എത്രയും മാത്രമേ ഉള്ളൂ. എന്താ അടിപൊളി പന്താ. വേണ്ട എത്ര ചെയ്താൽ മതി. നല്ലോണം ചെയ്ത് നേരത്തോട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എന്നാലും മോനെ ഞാൻ സെക്കൻഡിൽ കൊണ്ടുവരികയാണ്. കാരണം നല്ലൊരു പന്ത് മോൻ ചെയ്തിട്ടുണ്ട്. ഇത്ര ചെയ്താൽ മതിയായിരുന്നു. നല്ലൊരു പന്തായി. മനസ്സിലാ? ഒരു കറക്ക് മാത്രം കറക്കിയാൽ മതിയായിരുന്നു. മുമ്പ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇതാണ് പന്ത് അടിപൊളിയായിട്ട് മോൻ ചെയ്തിട്ടുണ്ട്. നല്ല മേറ്റ്ഫിനിക്ക് മോന് വിരൽ മാത്രം ഒന്ന് കറക്കാനേ. അപ്പുറത്തോടും. ഓക്കെ, മോനും ഇവിടുന്ന് വരിക. നാളെ പങ്കെടുക്കൂ. ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇന്നലെ വന്നില്ലേ? മെനഞ്ഞാന്ന് കണ്ടൊരു പരിചയം. പാട്ടുപാടും അറിയാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇവിടെ എനിക്കൊന്നും അറിയില്ല. എവിടെ? അതെവിടെയാ? ശാസ്താംകോട്ട പറഞ്ഞിക്കാവും. ആരൂടെ വന്നു?
എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശാസ്താംകോട്ട ഭരണിക്കാവ് പേരുവഴി ഇല്ലേ, പോരുവഴി എന്ന് ഞാൻ വരാറുണ്ട് എല്ലാ മാസവും, അവിടെ അടുത്തൊരു വീട്. അപ്പൊ തീർച്ചയായിട്ടും ശാസ്താംകോട്ടക്കാരൻ കൊല്ലം ബീച്ചിൽ വന്നൊരു മണശില്പം ചെയ്തിട്ട് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. അപ്പം ഒരുപാട് മണശില്പം ചെയ്യാൻ കഴിയട്ടെ. ഒരു പാട്ട് പാടാൻ സാധിക്കത്തില്ല. താങ്ക് യു. അപ്പം ആർക്കെ വെഡ്ഡിംഗ് മാളിന്റെ ഒരു ചെറിയൊരു പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ 2 കൈ കൊണ്ട് വരും. ഈ കൈ കൊണ്ടുവരിക, ഈ കൈ 2 കൈ കൊണ്ട് വരും. താങ്ക് യു. ഒരു കൈയടി കൊടുത്തേ. താങ്ക് യു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ ചെയ്ത് തന്നവരെല്ലാം മാറിക്കണം, ബാക്കിയുള്ളവരെല്ലാം നേരത്തെ ഈ പോലെ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ തന്നെ വിടത്തുള്ളൂ. ഓക്കെ. നമ്മൾ ഇന്ന് 4 തരുന്ന നല്ല ഭംഗിയായി ചേരുന്നവരെ നമ്മൾ തിരഞ്ഞെടുക്കും മാത്രമേ ഉള്ളൂ. മറ്റേത് നമ്മളെ പരിപാടി പങ്കെടുത്തതിന് നമ്മൾ അവർക്ക് അവരുടെ മനസ്സ് വിഷമിക്കാതിരിക്കുക. ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. അതിനാണ് നമ്മൾ 2ാം റൗണ്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും ചെയ്ത് നല്ല എണ്ണം പ്രാക്ടീസ് ചെയ്യാത്ത പിള്ളേർക്ക് കൊടുക്കുന്നത്. അത് വിഷമമില്ലാത്ത രീതിയിൽ എല്ലാ ദിവസവും ഇവിടെ ചെയ്യുന്നത്. അപ്പം ഒരാളെ കൂടെ കണ്ടെത്തണമല്ലോ. ആരാണ്? ഓക്കെ. ഇതിപ്പം ചെയ്തല്ലേ? അത് മാർക്ക് ചെയ്തരാം. ഇനി ബോൾക്കുട്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു റൗണ്ട് ഒന്ന് കൊടുത്തേ. ഒരു ചെറിയൊരു പണിയുടെ വർക്ക് മാത്രമല്ല കേട്ടാ, എല്ലാം ചെയ്തിട്ട് പറ്റ് കിട്ടിയാ. ഡിസൈൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഒരു തടവ് മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത് ബാക്കിയിരിക്കുന്നത്. മോന് കയറിവാ. അത് മാത്രമേ കയറിവാ. അവിടെ പോയില്ലേ? വെറുതെ ഒരു തടവ് മാത്രം മതിയായിരുന്നു. അതല്ല, നല്ലൊരു പന്ത് അവിടെ കാണാൻ കാഴ്ച. അത് ആ കുഞ്ഞിനെ അറിയാം. നമ്മളറിയാത്ത കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കണം തീർച്ചയായിട്ടും. ഒരു പന്തിന് ഒന്ന് കൈയും താത്തപ്പോഴത്തേക്കുള്ള പന്തായി. നോക്കിയേ, എല്ലാ പന്തിനെയും കാട്ടി കൂടുതൽ മികച്ച ആ സ്റ്റൈൽ കാണിക്കുന്നത്. അപ്പൊ മോന്റെ പേര് അപ്പൊ എവിടെ സ്ഥലം? അഞ്ചാലമൂട്. മോനെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് പറയൂ, ഞാൻ മണശില്പം ചെയ്ത് ശില്പി സാറിനെ കണ്ടെന്ന് പറയൂ. അപ്പൊ മോനി ചെയ്യാൻ വരൂ. നാളെ വരും. ദൈവഭക്തനാണോ? അത് ഭസ്മൊക്കെ ഇട്ട് ഏത് അമ്പലത്തിലാ പോയത്? വീട്ടിൽ നിന്ന് വന്നത്. വീട്ടിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വീടും അമ്പലം തന്നെ. മമ്മി എന്താ ചെയ്യാ? മമ്മി പഠിക്കാൻ പോകുന്ന ടീച്ചറാണോ? പഠിക്കാൻ പോകുന്നു. പപ്പയ്ക്ക് എന്തോ ജോലി? സ്കൂളിന്റെ വണ്ടി ഓട്ടോ. അപ്പൊ മോന് പാട്ട് പാടാൻ കഴിയും? പാട്ട് പാട്ട് അറിയാന്ന് വേറെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് പാട്ട് പാടണം. പറ്റൂ? ശരി. ആർക്കെ വെഡ്ഡിംഗ് മാളിന്റെ ചെറിയൊരു ഒരു കയ്യടി കൊടുത്തേ. ഓക്കെ. താങ്ക് യു. നീ കിട്ടാത്തവരെല്ലാം ഒന്ന് കൈ പൊക്കുക. അവരെല്ലാം ഇങ്ങോട്ട് നീങ്ങി.